ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ നിരാഹാര സമരം ആരംഭിച്ചു. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വിഹരിക്കുന്ന കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാർ ടൗണിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലാണ് സമരം നടക്കുന്നത്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത്. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വിഹരിക്കുന്ന കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം. 3 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായി പടയപ്പ ഈ ടൗണിലൂടെ ദേശീയ അടക്കാമെന്ന് തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി സർക്കാർ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. അപ്പൊ അരിക്കൊമ്പൻ മോഡലിൽ ഈ നാട്ടിൽ നിന്നും പടയപ്പയെ നാട് കിടക്കും. അതോടൊപ്പം ഇന്നലെ ഈ മരണം ഉണ്ടാക്കിയ കാട്ടാന ആനയും നാട്ടിൽ കിടക്കണം. കഴിഞ്ഞ ദിവസം തെന്മലയിലും മറ്റൊരു തൊഴിലാളിയെ കൊന്നൊടുക്കിയതും ഇതേ ആന തന്നെയാണ് ഞാൻ പറയപ്പെടുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടെത്തി ആനയെ നാട്ടിൽ കാട്ടാനക്കൂട്ടങ്ങൾ സ്ഥിരമായി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ കാട്ടാനക്കൂട്ടങ്ങളെ RRT ഉപയോഗിച്ച് തുരത്തി ഓടിക്കണം. അതോടൊപ്പം 5 മാസം മുമ്പ് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഈ നാടിന് വേണ്ടി പ്രഖ്യാപിച്ച സ്പെഷ്യൽ RRT അത് അനുവദിച്ച ഉത്തരവാണ്. ഇങ്ങനെ 3 ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സമരം ഭംഗിയാണ്. മൂന്നാർ ടൗണിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലാണ് സമരം നടക്കുന്നത്. DCC പ്രസിഡന്റ് CP മാത്യു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിക്കൊപ്പമുണ്ട്. മൂന്നാർ മേഖലയിലെ വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച RRTയെ നിയമിച്ച് ഉത്തരവിറക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും സമരത്തിലൂടെ കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.